ഹലോ, നിങ്ങൾക്ക് ഇന്ന് കാണുമ്പോൾ മനസ്സിലാവും ഞാനിപ്പോൾ ഒരു എയർപോർട്ടിലാണുള്ളത്. ഞാനിവിടെ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് പറയാം. അതിന് മുന്നേ വെൽക്കം ടു ന്യൂ വ്ലോഗ്. ഞാനിന്ന് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പം ഞാനുള്ളത് ഹാംബർഗ് എയർപോർട്ടിലാണ്. കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. ഹാംബർഗ് ടു ദുബായ്, ദുബായ് ടു കൊച്ചി അങ്ങനെയാണ് വരുന്നത്. ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിരുന്നു, പക്ഷെ നമുക്ക് ലഗേജ് കൊടുക്കാനുണ്ട്. എമിറേറ്റ്സിലാണ് പോകുന്നത്. ചെക്കിൻ്റെ അവിടെ എത്തിയപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അതിൽ കയറി നിന്നു. ചെക്ക് ഇൻ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കൗണ്ടറൊക്കെ ഓപ്പൺ ചെയ്തു. ആൾക്കാരൊക്കെ വന്ന് അവരുടെ ബാഗേജൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് നമുക്ക് ഓൺലൈൻ ബോർഡിംഗ് പാസ് ആണ് കിട്ടിയത്. ലഗേജ് കൊടുക്കുന്ന അവിടം വരെ നമ്മുടെ കൂടെയുള്ളവർക്ക് എൻട്രി ഉണ്ട് കേട്ടോ. പിന്നെ സെക്യൂരിറ്റി ചെക്കിൻ്റെ അങ്ങോട്ടൊന്നും എൻട്രി ഇല്ല. ലഗേജ് കൊടുത്ത് കുറച്ച് നേരം അവിടെ കറങ്ങിയൊക്കെ നടന്നു. അപ്പോൾ ഇത് താഴെ കാണുന്ന ദുബായ്, അതാണ് നമ്മുടെ ഫ്ലൈറ്റ്. 2:40 ബോർഡിംഗ് സ്റ്റാർട്ട് ആവുന്നത്. B53 ആണ് നമ്മുടെ ഗേറ്റ്. ഈ സ്ലോട്ട് ആൻഡ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് ഇപ്പോൾ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ തിരക്കാണെങ്കിൽ നമുക്ക് ഈ സ്ലോട്ട് ആൻഡ് ഫ്ലൈയിൽ നമുക്കൊരു ടൈം അലോട്ട് ചെയ്തിട്ടുണ്ടാകും. ആ ടൈമിൽ അവർ വിളിക്കുമ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരക്കിലൊന്നും പെടാണ്ട് ഈസി ആയിട്ട് സെക്യൂരിറ്റി ചെക്കിൽ കയറാൻ പറ്റും. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല, കാരണം തിരക്ക് കുറവായിരുന്നു. ഇനി നമ്മൾ സെക്യൂരിറ്റി ചെക്കിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ നമ്മുടെ ജാക്കറ്റ്, ബാഗ്, ഇലക്ട്രോണിക് ഡിവൈസ് എല്ലാം തന്നെ അവിടെ വെക്കണം. അതിനുശേഷം ബോഡി ഫുൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ബാഗും സാധനങ്ങളും കളക്ട് ചെയ്യാം. ഞാനൊരു ചെറിയ വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വേസ്റ്റ് ബോക്സിൽ ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കൊണ്ടിട്ടു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ഇനി നമ്മുടെ ഗേറ്റ് കണ്ടുപിടിക്കണം. B53 ആണ്. കുറച്ച് നടന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീറ്റിംഗ് സോൺ അനുസരിച്ചിട്ട് അവർ ബോർഡിംഗ് സ്റ്റാർട്ട് ആകുമ്പോൾ വിളിക്കും. അപ്പോൾ നമ്മുടെ സോൺ D ആണ്. അത് ടൈം ആകുമ്പോൾ നമ്മളവിടെ ചെല്ലുക. അപ്പോൾ അവർ നമ്മുടെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും ഒക്കെ വെരിഫൈ ചെയ്തിട്ട് നമുക്ക് അത് സ്കാൻ ചെയ്തിട്ട് അകത്ത് കയറാം. ഈ കാണുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ്. എന്നിട്ട് നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി നമ്മുടെ സീറ്റ് ഏതാണോ അത് കണ്ടുപിടിച്ച് അവിടെ ഇരിക്കുക. നമ്മൾ വിൻഡോ സീറ്റാണ് എടുത്തിരുന്നത്. കയറിയപ്പോൾ തന്നെ അവിടെ ഒരു ബ്ലാങ്കറ്റ്, പില്ലോ, ഹെഡ്ഫോണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഒരു TV പോലെ. അതിനകത്ത് നമുക്ക് ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് അറിയാം, നമുക്ക് മൂവീസ് കാണാം, പാട്ട് കേൾക്കാം, അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ ഇതൊരു ടേബിൾ പോലെ നമുക്ക് ഫുഡ് സെർവ് ചെയ്യാൻ നേരത്തെ ഇത് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ വെക്കാം. ഒരു കപ്പ് ഹോൾഡറൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം പുറത്തെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് ലഞ്ചിനുള്ള മെനു കാർഡ് കൊണ്ടു തന്നു. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ ഐറ്റംസ്. കുറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ബീഫും പിന്നെ ബോയിൽഡ് പൊട്ടറ്റോസ്, പാസ്ത, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അത് ഫുഡ് വരുമ്പോൾ കാണിച്ചു തരാം എന്താണെന്ന്. അപ്പോൾ അതേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ അവരുടെ സേഫ്റ്റി അനൗൺസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അതേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പതുക്കെ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ നിന്ന് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതേ അപ്പുറത്തൊരു ഫ്ലൈറ്റ് പോകുന്നത് ഞാൻ ചുമ്മാ ഒന്ന് എടുത്തതാണ്. അപ്പോൾ അതേ ഹാംബർഗിൽ നിന്ന് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു. ഞാൻ ഇങ്ങനെ വിൻഡോയിലൂടെ കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു എല്ലാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ പഞ്ഞിക്കെട്ട് പോലെ മേഘങ്ങൾ ഇങ്ങനെ കാണാമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞാനതിങ്ങനെ കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഹെഡ്ഫോണൊക്കെ കണക്ട് ചെയ്തൊരു സിനിമ ആണെന്ന് വെച്ചാൽ ഏതൊരു തമിഴ് പടം, മഹാരാജ എന്ന് പറഞ്ഞ പടം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിരുന്ന് കുറച്ച് നേരം കണ്ടു. നല്ല പടമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ഉച്ചത്തെ ലഞ്ച് വന്നു. ഇതൊക്കെയാണ് നമ്മുടെ ലഞ്ചിൻ്റെ ഐറ്റംസ്. മെയിൻ കോഴ്സ് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടാവും. ഒരു നോൺ വെജും ഒരു വെജും ഉണ്ടായിരുന്നു. ഞാൻ നോൺ വെജാണ് എടുത്തത്. അത് ബീഫിൻ്റെ ഒരു ഐറ്റം ആയിരുന്നു. അപ്പോൾ നമുക്ക് അവർ കൊണ്ടുവരുമ്പോൾ തന്നെ ചോദിക്കും ഡ്രിങ്ക്സ് എന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ ഞാനൊരു പെപ്സി മേടിച്ചായിരുന്നു. അപ്പോൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ബീഫിൻ്റെ ഐറ്റമാണ്. ഇത് ബീഫും പൊട്ടറ്റോയും എന്തൊക്കെ ഇട്ട ഒരു ഐറ്റമാണ്. അത് കുറച്ച് ഞാൻ കഴിച്ചു. പിന്നെ ഒരു പാസ്ത ഉണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റായിരുന്നു. പുഡിങ്ങും നല്ല ടേസ്റ്റായിരുന്നു. ഒരു കാരമൽ പുഡിംഗ് ആയിരുന്നു. ഇത് ഒരു ബണ്ണ് പോലത്തെ ഒരു ഐറ്റമായിരുന്നു. പിന്നെ കുറച്ച് മിഠായിയും ബട്ടറും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ കഴിച്ചോളൂ. ഇതൊരു സ്നാക്കായിരുന്നു. പിന്നെ ഇത് നമ്മുടെ പെപ്സി. ഇതൊക്കെ കുടിച്ച് ഞാൻ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടിരുന്നു. പിന്നെ ഇതിൽ സ്പോട്ടിഫൈ ഒക്കെ ഉണ്ട്. നമുക്ക് പാട്ടൊക്കെ കേൾക്കണമെങ്കിൽ കേൾക്കാം. ഇനി ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ അതിലൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ടുഡേയ്സ് ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എത്ര ഓൾട്ടിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്, എത്ര ഡിസ്റ്റൻസ് കൂടി ഇനി ഉണ്ട്, അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ദുബായ് ടൈം 11:54 രാത്രി. നമ്മൾ അവിടെ ലാൻഡ് ചെയ്യുന്നത് ഒരു 12:10 ആ ടൈമിലാണ്. ഇനി ദുബായിൽ അങ്ങനെ ഒരുപാട് ലേയോറും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഏകദേശം ഒരു 12:15 ആയപ്പോഴത്തേക്കും ദുബായിലെത്തി. പിന്നെ അവിടെ നിന്ന് നേരെ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ പോയി. പിന്നെ നമ്മുടെ ഗേറ്റൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോൾ തന്നെ ഒരു ടൈം ആകും. എന്നിട്ട് നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് കൊച്ചിയിലേക്കുള്ളത് വെളുപ്പിന് 2:40 ഒരു ഏകദേശം ഒരു 2 hours അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ദുബായിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഒരു നൈറ്റ് വ്യൂ ആണ്. നല്ല രസമുണ്ട് ദുബായ് രാത്രി കാണാനായിട്ട്. ഏകദേശം ഒരു 12:10, 12:15 ആ ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ ദുബായിലെത്തി. ഇനി നമുക്ക് കണക്ഷൻസിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പോകണം, കണക്ഷൻ ഫ്ലൈറ്റ്സിൻ്റെ. അപ്പോൾ ഇതവിടെ മേളിൽ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാവും കണക്ഷൻസിൻ്റെ ഏരിയ കാണിച്ചിട്ട്. ആ ആരോ മാർക്ക് നോക്കി നമ്മൾ പോകണം. അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. കാര്യം കറക്റ്റായിട്ട് അവിടെ ബോർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി
അങ്ങനെ പോയാൽ മതിയായിരുന്നു. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഗേറ്റ് കണ്ടുപിടിക്കണം. B24 എന്തായിരുന്നു നമ്മുടെ ഗേറ്റ്. ദുബായ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം വലിയ എയർപോർട്ടാണ്. അതുകൊണ്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഗേറ്റിൻ്റെ ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എ ഗേറ്റ് ഇങ്ങോട്ട് പോകണം, ബി ഗേറ്റ് അങ്ങോട്ട് പോകണം. അപ്പോൾ അതൊക്കെ നോക്കി ഞാൻ അവിടെ ചെന്നു. ഒരു 10-20 മിനിറ്റ് എടുത്തു എനിക്ക് ഗേറ്റിൻ്റെ അവിടെ എത്താനായിട്ട്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. പിന്നെ എനിക്ക് ടൈം ഉണ്ടായിരുന്നു, അപ്പോൾ വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷായി. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും ബോർഡിങ് സ്റ്റാർട്ടായി. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കാണിച്ച് നമ്മളിതേ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി. നമ്മുടെ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് ഒരു 2:40 കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലൈറ്റ് അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. അപ്പോൾ അതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു കാർഡൊക്കെ കിട്ടി. അതിനകത്ത് എഗ് ബുർജി, ഊത്തപ്പം ഉണ്ട്, പിന്നെ എന്തോ ഓട്സ്, ആപ്പിൾ മുസ്ലി അങ്ങനെയൊക്കെ ആയിരുന്നു. ഹാംബുർഗിൽ നിന്ന് ദുബായ് എത്തുന്നവരെ ഞാൻ ഉറങ്ങിയില്ലായിരുന്നു. ഞാൻ 1-2 സിനിമയൊക്കെ കണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഒരു 2:40 കഴിഞ്ഞപ്പോൾ ദുബായിൽ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. രാത്രിയിലത്തെ ദുബായിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്താറായി. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. എഗ് ബുർജിയാണ് ഞാൻ മേടിച്ചത്, ഊത്തപ്പം മേടിച്ചില്ല. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, മുസ്ലി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ നല്ല വിശപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാലിയാക്കി. പിന്നെ കുടിക്കാനായിട്ട് ഒരു ഓറഞ്ച് ജ്യൂസും മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും ഞാൻ കുടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ചെറുതായിട്ട് പിന്നെ ഒന്ന് ഉറങ്ങി. എഴുന്നേറ്റപ്പോൾ ഇതേ നേരം വെളുക്കാറായിട്ടുണ്ടായിരുന്നു. പുറത്ത് നല്ല വ്യൂ ആണ്, അത് കണ്ടിരുന്നു. അങ്ങനെ ഒരു 8:30 ആയപ്പോൾ രാവിലെ നമ്മൾ കൊച്ചിയിലേക്ക് എത്താറായി. നമ്മൾ മേളിൽ നിന്നുള്ള കൊച്ചിയുടെ വ്യൂ കാണാനായിട്ട് നല്ല രസമാണ്, ഫുൾ വെള്ളവും പച്ചപ്പും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു രാവിലെ 8:30 ആയപ്പോഴത്തേക്ക് നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. സുഖമായിരുന്നു യാത്ര, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 7 മണിക്കൂർ ഉണ്ടായിരുന്നു ഹാംബർഗിൽ നിന്ന് ദുബായിലേക്ക്. ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരു 4-4.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ നമുക്കിനി ഇമിഗ്രേഷൻ അവിടെ പോയി പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്തിട്ട് ബാഗേജ് കളക്ട് ചെയ്യണം. ഞാൻ ദേ ബാഗേജ് കളക്ട് ചെയ്യണോടത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രാവൽ വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ചൂസ്.